രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. കൂജന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. ഇവിടെ വാൽമീകി രാമായണ സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാന ശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. വാൽമീകി രാമായണത്തിൽ നമ്മൾ പറഞ്ഞു വെച്ചത് കൗസല്യയെ സുമിത്ര സമാധാനിപ്പിക്കുന്നു എന്നാണ്. അപ്പോൾ അറിവും ബുദ്ധിയും ഉള്ളവർ ഏത് ഘട്ടത്തിലും അതിൻ്റെ നന്മ ചിന്തിച്ച് ആശ്വസിക്കണം. ആശ്വാസയന്തി വിവിധേശ വാക്യോപചാരേ കുശലാനവദ്യ. ഈ വനഗമനത്തിൽ എന്താണ് ആശ്വസിക്കാനുള്ളത്? രാമൻ സത്യത്തെ സംരക്ഷിക്കാനാണ് പോയത്, അച്ഛൻ്റെ വാക്കിനെ സംരക്ഷിക്കാനാണ് പോയത്. ആരും നാട് കടത്തിയിട്ടോ അപമാനത്താലോ അല്ലല്ലോ പോയത്. ജീവഹാനി സംഭവിച്ചിട്ടുമില്ല. അപ്പോൾ 14 കൊല്ലത്തിന് ശേഷം തിരിച്ചെത്തുകയും ചെയ്യും. ചെറിയൊരു ഇടവേള ഒരു ദുഃഖം ഭഗവാൻ തന്നു എന്ന് വിചാരിച്ചിട്ട് സർവം നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് ശരിയാണോ എന്നാണ് സുമിത്ര ചോദിക്കുന്നത്. ഇനി അയോധ്യയിലത്തെ ആ പൗരന്മാർ രാമനെ അന്വേഷിച്ച് പോവുകയാണ്. അനുരക്തം മഹാത്മാനൻ രാമം സത്യപരാക്രമൻ ആയിട്ടുള്ള രാമനെ അനുജഗ്മുപ്രയാന്തം തം വനവാസായ മാനവ. ആളുകൾ അവരും വനവാസം ചെയ്യാൻ തീരുമാനിച്ച് രാമനെ പിന്തുടർന്നു. പൂർണ്ണചന്ദ്രനെ പോലെ ആ സുന്ദരമായിരിക്കുന്ന കീർത്തിമാനായിരിക്കുന്ന ആ രാമനെ എല്ലാവർക്കും പ്രിയമായിരുന്നു. ഒരാൾക്ക് പോലും തിരിച്ചഭിപ്രായമില്ല എന്ന് പറയുകയാണ്. പ്രജകൾ പലരും രാമനോട് പോകരുത് എന്ന് പറഞ്ഞു. അതൊന്നും കേട്ടില്ല. പിതാവിൻ്റെ സത്യത്തെ പാലിക്കാൻ വേണ്ടി ഇവരുടെ എല്ലാ വാക്കുകൾ അവഗണിച്ച് രാമൻ മടങ്ങാതെ കാട്ടിലേക്ക് പോയി. ഇനി ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, മുന്നോട്ട് വെച്ച കാല് പിന്നാക്കം വയ്ക്കാതിരിക്കുക. അങ്ങനെ രാമൻ ആ പ്രജകളെ സ്നേഹപൂർവ്വം കടാക്ഷിച്ചിട്ട് സ്വന്തം കുട്ടികളോട് പറയണ പോലെ പറയണം, ഇനി നിങ്ങളുടെ രാജാവ് ഭരതനാണ്, ഞാനല്ല. നിങ്ങളൊക്കെ എന്തു ചെയ്യണം? ഭരതനോട് പ്രീതി ഉള്ളവരായിട്ട് വസിക്കുക. ഒരു രാജ്യത്ത് ഭരിക്കുന്ന ആളെ പിണക്കിയാൽ പല ദോഷവും ഉണ്ടാവും, ഭരിക്കുന്ന ആളെ സന്തോഷിപ്പിച്ചാൽ പല ഗുണങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് ഇപ്പോൾ ഭരതനാണ് രാജാവ് എന്നതിനാൽ നിങ്ങളെല്ലാം ഭരതനെ സ്നേഹിക്കാനും ഭരതനെ ബഹുമാനിക്കാനും ഭരതൻ്റെ ഗുണങ്ങൾ കാണാനും പറയാനും ശീലിക്കണം. ഞാനൊരാൾ മാത്രമല്ലല്ലോ ഉള്ളൂ ഈ ലോകത്തിൽ. അതുകൊണ്ട് ഭരതനിൽ പ്രീതി ഉണ്ടാവണം. അതുപോലെ തന്നെ നല്ല സ്വഭാവം ഉള്ളവനും കൈകേയിയുടെ പ്രിയപുത്രനുമായ ആ ഭരതനിൽ നിങ്ങൾ പ്രീതി വയ്ക്കുക, തിരിച്ചു കാണരുത് എന്ന് പറയുകയാണ്. അറിവുള്ളവരാണ് ഭരതൻ. വയോവൃദ്ധനാണ്, വയോവൃദ്ധനല്ല ജ്ഞാനവൃദ്ധനാണ്. വയസ്സുകൊണ്ട് യുവാവുമാണ്. പ്രായം കൊണ്ട് യുവാവും അറിവിൻ്റെ കാര്യത്തിലോ വൃദ്ധനും ആയ ആ ഭരതൻ നിങ്ങൾക്ക് നല്ല രാജാവായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എല്ലാ ഗുണങ്ങളും തികഞ്ഞ യുവരാജാവായിരിക്കുന്ന ഭരതൻ്റെ എല്ലാ ശാസനങ്ങളും നിങ്ങൾ അനുസരിക്കുക. അതാണ് നല്ല അറിവുള്ള ഒരാൾ പറഞ്ഞു കൊടുക്കുക. കാരണം അവിടെ ഭരതനെ ധിക്കരിക്കാനും ഭരതനെ അനുസരിക്കാതിരിക്കാനും ഭരതനോട് കലാപം ഉണ്ടാക്കാനും ഒരു രാജ്യത്ത് ആഹ്വാനം ചെയ്യാൻ പാടില്ല. ഭരിക്കുന്നവർക്കെതിരായിട്ട് കലാപത്തിന് ആഹ്വാനം ചെയ്യുക എന്നുള്ളത് ഒരു കുറ്റമായിട്ടാണ് എപ്പോഴും കണക്കാക്കണം. ഇത് ചാനലിലായാലും മാധ്യമങ്ങളിലായാലും കലാപം ഉണ്ടാക്കാനും രാജ്യത്ത് സമാധാന നില അട്ടിമറിക്കാനും ആർക്കും അധികാരമില്ല ഒരു കാലത്തും. അതാണ് രാമൻ നീതിമാർഗം ഇവിടെ പറഞ്ഞു കൊടുത്തത്. ഒരിക്കലും ഭരതനെ അനുസരിക്കാതെ നിങ്ങളാരും ഇരിക്കരുത്. മാത്രമല്ല എന്നെക്കുറിച്ച് ദുഃഖിക്കുന്നതായ എൻ്റെ അച്ഛനെ സമാധാനിപ്പിക്കാൻ വേണ്ടതെല്ലാം
നിങ്ങൾ ചെയ്യണം, അതൊക്കെ നിങ്ങളുടെ കടമയാണ് എന്ന് പറയാണ്. അതുപോലെ തന്നെ ഈ ധർമ്മത്തിൽ തന്നെ ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് എത്രമാത്രം രാമൻ ആഗ്രഹിച്ചുവോ അത്രയും ശക്തമായിട്ട് ജനങ്ങൾ എന്ത് ചെയ്തു, രാമൻ തിരിച്ചു വന്ന് രാജാവാനും ആഗ്രഹിച്ചു. രണ്ട് ആഗ്രഹത്തിനും ശക്തിയുണ്ട്, വടംവലി പോലെയാണ്. എത്രമാത്രം ധർമ്മത്തിൽ ഉറച്ച് കാട്ടിലേക്ക് പോകാൻ രാമൻ ആഗ്രഹിച്ചുവോ അതേ ശക്തിയായിട്ട് ജനങ്ങൾ രാമൻ കാട്ടിൽ നിന്ന് പോവാതെ നാട് വാഴണം എന്നും ആഗ്രഹിച്ചു. അവർക്ക് അത്രയധികം രാമനിൽ പ്രതിപത്തിയുണ്ട്. അവിടെ ചില ബ്രാഹ്മണരൊക്കെ യജ്ഞം മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു. അപ്പം അവർ പറഞ്ഞു, രാമ പോവരുത്, അങ്ങ് നിൽക്കൂ. കുതിരകളോട് പറയണം, അശ്വങ്ങളെ നിങ്ങൾ ദയവായി ഓടാതിരിക്കും, നിങ്ങൾ ഓടിയാലല്ലേ തേര് നീങ്ങുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ വലിച്ചു കൊണ്ടുപോവരുത് ഞങ്ങളുടെ രാമനെ. കുതിരകൾ പോലും അത് കേട്ടിട്ട് പതുക്കെ ഓടി എന്ന് പറയുകയാണ്. അവർക്കും ചെവിയുണ്ട്, മൃഗങ്ങൾക്കൊക്കെ നമ്മുടെ ഭാഷ പലപ്പോഴും മനസ്സിലാവുമെന്നാണ് പറയണത്. നമ്മൾ പറയുന്ന ഭാഷ അവർക്ക് മനസ്സിലാവും. അപ്പോൾ കുതിരകൾ വേഗത കുറച്ച് മാത്രമേ എത്രയേ ഓടിയുള്ളൂ. ഈ ബ്രാഹ്മണരാണ് അപേക്ഷിക്കുന്നത്, നിങ്ങൾ വല്ലാതെ വേഗത്തിൽ പോവരുത്, ഞങ്ങൾ പറയുന്നത് കേൾക്കിൻ, നിൽക്കിൻ എന്നൊക്കെ പറയുമ്പോൾ കുതിരകൾ സങ്കോചത്തോടു കൂടിയിട്ടേ ഓടിയുള്ളൂ. എന്താ പോവേണ്ടതെന്ന് രാവണർ ഇങ്ങനെയും പറയുക, രാമനും സുമന്ത്രനും തെളിച്ചിട്ട് ഓടാനും പറയുക. അവർ ധർമ്മസങ്കടത്തിലായി, ഏതെങ്കിലും ഒന്നല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. കുതിരകളോട് പറഞ്ഞു, ഞങ്ങളുടെ രാമനെ നിങ്ങൾ കാട്ടിലേക്ക് കൊണ്ടുപോകരുതേ, കുതിരകളെ നിൽക്കിൻ എന്നൊക്കെ ഓരോരോ ജൽപ്പനങ്ങളൊക്കെ പറഞ്ഞു. ബ്രാഹ്മണർ ഇതൊക്കെ പറഞ്ഞ സമയത്ത് ഭഗവാൻ തൽക്കാലം ആ തേരൊന്ന് നിർത്തി അതിൽ നിന്നൊന്ന് ഇറങ്ങി ഇവരോട് രണ്ട് വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ട് പോവാം എന്ന് വിചാരിച്ചിട്ട് മടക്കി അയക്കാൻ ആയില്ല എന്ന് പറയാണ്. ബ്രാഹ്മണരെ, നിങ്ങൾ ദയവ് ചെയ്ത് തിരിച്ചു പോവൻ, തുടങ്ങിയതായിട്ടുള്ള കർമ്മങ്ങളൊക്കെ മുഴുവനാക്കിൻ. നിങ്ങളുടെ ധർമ്മപത്നിമാർ വീട്ടിലില്ലേ, അവർക്ക് നിങ്ങൾ വേണ്ടേ, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ കൂടെ പോന്നാൽ എങ്ങനെയാണ് ശരിയാവുക? ദയവായി നിങ്ങൾ മടങ്ങിപ്പോവൻ. എന്ത് പറഞ്ഞിട്ടും അവർ മടങ്ങിപ്പോയില്ല, പിന്തിരിക്കാനായിട്ട് സാധിച്ചില്ല. ബ്രഹ്മജ്ഞനായിരിക്കുന്ന രാമ ഉണ്ടോ, ബ്രഹ്മജ്ഞനായിരിക്കുന്ന രാമ, ക്ഷത്രിയനെ എങ്ങനെയാണ് ബ്രഹ്മജ്ഞനാവുക? അത് രാമൻ്റെ പ്രവൃത്തികളെ കൊണ്ടാണ്. അങ്ങയെ ബ്രാഹ്മണരായ ഞങ്ങൾ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നു, ബ്രഹ്മജ്ഞനായ അങ്ങയെ വിട്ട് ഞങ്ങൾക്ക് പോകാൻ സാധ്യമല്ല. അതുകൊണ്ട് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നതായ ഈ കുട അങ്ങ് സ്വീകരിക്കണം, വെയിൽ കൊള്ളാണ്ടിരിക്കണം. വാജപേയം എന്ന് പറയുന്ന വാജപേയ സമുത്ഥാനി ഛത്രാണ്യേതാനി പശ്യത, വാജപേയത്തിൽ ഉപയോഗിക്കുന്നതായിട്ടുള്ള ഈ കുട അങ്ങ് കാണൂ, ഇത് അങ്ങയ്ക്ക് വേണ്ടി ഞങ്ങൾ കൊണ്ടുവന്നതാണ്. സൂര്യാതപമോ മറ്റോ ഏൽക്കാതിരിക്കാൻ വേണ്ടി ഈ കുട, വാജപേയത്തിൽ ഉപയോഗിച്ചതായിട്ടുള്ള ഈ കുട അങ്ങ് ഉപയോഗിക്കണം. ഈ കുട പിടിക്കാനെങ്കിലും ഞങ്ങളെ അനുവദിക്കൂ, അങ്ങയ്ക്ക് വേണ്ടി കുട പിടിക്കാനെങ്കിലും ഞങ്ങളെ അനുവദിക്കൂ. ഞങ്ങളിപ്പോൾ വേദവും വേണ്ട, കർമ്മവും വേണ്ട, പൂജയും വേണ്ട, ഒന്നും വേണ്ട, അങ്ങ് മതി. അങ്ങില്ലാതെ ഇതെല്ലാം എന്തിനാണ്? എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ അങ്ങയുടെ കൂടെ വരും. പത്നിമാരല്ലേ, അവരവിടെ വസിക്കട്ടെ, എങ്ങനെയെങ്കിലും കഴിഞ്ഞോളും. അങ്ങില്ലാണ്ട് അയോധ്യയിലേക്ക് തിരിച്ചു പോകാൻ ഞങ്ങൾക്ക് മനസ്സ് വരുന്നില്ല. അതുകൊണ്ട് രാമനെ നമസ്കരിച്ചു പലരും. ഇതൊക്കെ കാണുമ്പോൾ ഈശ്വരനാണ് രാമൻ എന്ന് ഇവർക്ക് അറിയാം, അല്ലെങ്കിൽ ഇവരെയൊക്കെ പ്രായത്തിൽ കുറയുക, ക്ഷത്രിയനാവുക, എന്തിനാ ബ്രാഹ്മണർ നമസ്കരിക്കണം? അപ്പോൾ ഈശ്വരൻ്റെ ഒരു ഭാവം തീർച്ചയായിട്ടും ഉണ്ട്. മടങ്ങൂ രാമ, മടങ്ങൂ. ഇപ്രകാരം പറഞ്ഞ് സാഷ്ടാംഗം നമസ്കരിച്ചു അവർ. ദയവ് ചെയ്തിട്ട് രാമ അങ്ങ് മടങ്ങണം. അതുകൊണ്ട് ഈ യാഗം ഇനി ഞങ്ങൾ പൂർത്തിയാക്കണമെങ്കിൽ അങ്ങ് വരണം. അങ്ങ് വന്നില്ലെങ്കിൽ യാഗം മുടങ്ങിയെന്ന് വിചാരിച്ചോളൂ, അതും ഒരു അമംഗളമാണ്. അപ്പോൾ അത് പൂർത്തിയാക്കേണ്ടത് ആവശ്യമാണെങ്കിൽ എന്തുണ്ടാവണം? അങ്ങ് ഞങ്ങളുടെ കൂടെ വരണം. അയോധ്യയിലത്തെ സകല ചരാചരങ്ങളും ദുഃഖിച്ചിരിക്കുകയാണ് രാമ. നോക്കൂ, മരങ്ങളടക്കം ദുഃഖിച്ചിരിക്കണു, ഇലകൾ വാടി നിൽക്കണു. പക്ഷികൾ വളരെ ദുഃഖിച്ചിട്ട് ഇര തേടണില്ല, ശബ്ദം ഉണ്ടാക്കണില്ല, ചിലയ്ക്കുകയോ ഒന്നും ചെയ്യാതെ കണ്ണടച്ച് ഓരോ വൃക്ഷക്കൊമ്പിലിരിക്കുന്നത് അങ്ങ് കാണുന്നില്ലേ? പിന്തിരിപ്പിക്കാനായി ബ്രാഹ്മണർ ഈ പ്രകാരം പലത് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ പ്രകൃതിയും രാമനെ തടയുകയാണോ എന്ന് തോന്നുമാറ് തമസാ നദി നേരെ കുറുകെ കാണപ്പെട്ടു. എന്നാലെങ്കിലും രാമൻ നിൽക്കുമോ എന്ന്
വിചാരിക്കാൻ വേണ്ടിയിട്ട്. തതസ്സുമന്ത്രോപി തഥാ വിമുച്യ ശ്രാന്താൻ ഹയാൻ സംപരിവർത്തിയ ശീഘ്രം പിതോദഗാം സ്തോയ പരിപ്ലുതാംഗാനചാരയ ദ്വൈ തമസാ വിദൂരേ. അങ്ങനെ ആ സുമന്ത്രൻ തേരിൽ നിന്നിറങ്ങി കുതിരകളെ അഴിച്ചുവിട്ടു. കുറച്ചു നേരമായാലും അവരിങ്ങനെ വണ്ടി വലിക്കണു. ആ കുതിരകളെ വളരെ ഇഷ്ടമാണ് ഭഗവാന്. അവർ ഉപദ്രവിക്കുന്നതോ അധികം അധ്വാനിപ്പിക്കുന്നതോ ഇഷ്ടമല്ല. അതുകൊണ്ട് ലേശം നേരം ആ കുതിരകളെ അഴിച്ചുവിട്ടു. അതിന് വെള്ളം, തീറ്റ മുതലായിട്ടതെല്ലാം കൊടുത്ത് കുളിപ്പിച്ച് തമസാ നദീ തീരത്ത് ലേശം നേരം അവർ വിശ്രമിക്കട്ടെ, മേയട്ടെ എന്നും പറഞ്ഞ് അത് നോക്കി ഈ സുമന്ത്രൻ കുതിരകളുടെ ഒരു മേൽനോട്ടം ഉണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നുണ്ടോ നോക്കി മേൽനോട്ടം വഹിച്ചുകൊണ്ട് സുമന്ത്രൻ അവിടെ സ്ഥിതി ചെയ്യുകയും ചെയ്തു. അത് തമസാ നദീ തീരത്ത് വന്നിട്ട് അവർ വിശ്രമിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ തമസാ നദീ തീരത്ത് സീതയെ നോക്കിക്കൊണ്ട് ലക്ഷ്മണനോട് രാമൻ പറയുകയാണ്, സൗമിത്രേ, ആ നാടൊക്കെ വിട്ടു വന്നിട്ട് നിനക്ക് പേടിയോ ഉത്കണ്ഠയോ തോന്നുന്നുണ്ടോ? ഇതാണ് നമ്മുടെ നാട് വിട്ടു വന്നിട്ടുള്ള ആദ്യത്തെ രാത്രിയാണ്. അയോധ്യ നമ്മൾ ഒരിക്കലും ഇതുവരെ ജീവിതത്തിൽ വിടേണ്ടായിട്ടില്ല. ഇതാ നേരം രാത്രിയായി കഴിഞ്ഞിരിക്കുന്നു. നീ പേടിക്കൊന്നും വേണ്ട, ഉത്കണ്ഠ മനസ്സിൽ നിന്ന് കളയൂ, എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് കഴിച്ചു കൂട്ടാം എന്ന് പറയുകയാണ് ഭഗവാൻ സൗമിത്രിയോട്. അങ്ങനെ കൂടുകൾ ഒക്കെ മരത്തിൻ്റെ മുകളിലുള്ള പക്ഷിക്കൂട്, ആ കൂട്ടിലേക്ക് അണയുന്ന പക്ഷികളെ നോക്കൂ, അവരെല്ലാം കരയുന്നത് പോലെ കാണപ്പെടുന്നു. ഓരോരോ പക്ഷികളൊക്കെ സന്ധ്യയായ കൂടണയുമല്ലോ. അയോധ്യാവാസികളും ഇപ്പോൾ നമ്മെക്കുറിച്ച് ദുഃഖിക്കുന്നുണ്ടാവും. ഇപ്പോൾ ഇവിടെ വിട്ടുപോയാൽ ഇവിടുത്തെ ചിന്ത വരും. അധികം അങ്ങനെയാണ് വരിക. ഇവിടെ ഇല്ലതിനേക്കാളും ഇവിടെ വിട്ടുപോയാലാണ് ഇവിടുത്തെ ചിന്ത വരിക. അയോധ്യാവാസികളെല്ലാം ഇപ്പോൾ നമ്മെക്കുറിച്ച് ദുഃഖിക്കുന്നുണ്ടാവും. ഈ രാജാവായിരിക്കുന്ന ദശരഥൻ പ്രജകൾക്കെല്ലാം പ്രിയങ്കരനാണ്. പുരുഷോത്തമ, നീ, അതായത് ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും എല്ലാവരും പ്രജകൾക്ക് പ്രിയങ്കരന്മാർ തന്നെ ആണ്. നമ്മളെ എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നെ മാത്രം എന്ന് പറയാൻ പറ്റുമോ? രാമൻ പറയുകയാണെന്ന് എന്നെ ഇഷ്ടമാണ്, ഭരതനെ ഇഷ്ടമാണ്, ദശരഥനെ ഇഷ്ടമാണ്. ക്രമേണ ഈ ദുഃഖമൊക്കെ അങ്ങോട്ട് മാറിക്കൊള്ളും എന്നുള്ള അർത്ഥത്തിൽ അച്ഛനും അമ്മയും വളരെയേറെ കരഞ്ഞിട്ടുണ്ടാവും. അവരുടെ ഒരു കാര്യം ആലോചിക്കുമ്പോഴാണ് എനിക്ക് ദുഃഖം. കരഞ്ഞ് കരഞ്ഞ് കണ്ണ് കലങ്ങി അവരുടെ കാഴ്ച പോലും നഷ്ടപ്പെടുക, കുറേ കണ്ണ് തിരുമ്പിയിട്ട് എന്ന് ഞാൻ സംശയിക്കുകയാണ്. ഭരതക്കലു ധർമാത്മാ പിതരം മാതരഞ്ചമേ ധർമാർത്ഥ കാമസംഹിതേർ വാക്യേരാശ്വാസയിഷ്യതി. പേടിക്കാനൊന്നുമില്ല ലക്ഷ്മണ, ഭരതൻ അവിടെ ഉണ്ടല്ലോ, അതാണ് എൻ്റെ ആശ്വാസം. ആ ഭരതൻ സമാശ്വാസ വാക്കുകളൊക്കെ പറഞ്ഞ് അച്ഛനെയും അമ്മയും സമാധാനിപ്പിക്കും. അതെന്തായാലും ഒരു സമാധാനമുണ്ട് എന്ന് പറയുകയാണ്. ഒരു കുറ്റം പോലും ഭരതനെ രാമൻ പറയണില്ല. പറയണ ഭരതസ്യ നിശംസത്വം വിചിന്യാഹം പുനഃ നാനുശോചാമി പിതരം മാതരം ചാപി ലക്ഷ്മണ. ഭരതൻ ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ നല്ലവനാണ്, ധർമ്മജ്ഞനാണ്, നീതിജ്ഞനാണ്. അച്ഛനെയും അമ്മയും അവൻ തീർച്ചയായിട്ടും ദുഃഖിക്കില്ല. എന്തായാലും തയാകാര്യം നരവ്യാഘ്ര മാമനു പ്രജതാകൃതം. എൻ്റെ കൂടെ നീ വന്നത് നന്നായി. അതുകൊണ്ട് സീതയെ കാവലാക്കാനോ സീതയെ സംരക്ഷിക്കാനോ മറ്റൊരാളുടെ ആവശ്യം എനിക്ക് വേണ്ടി വന്നില്ല. അന്വേഷ്ടവ്യാഹി വൈദേഹ്യ രക്ഷണാർത്ഥം സഹായത. നീ ഇല്ലായിരുന്നുവെങ്കിൽ മറ്റൊരാളെ എനിക്ക് ഈ കാര്യത്തിന് വേണ്ടി ആശ്രയിക്കുകയോ തേടുകയോ വേണ്ടി വന്നിരുന്നു. നീ ഉണ്ടാവുകൊണ്ട് എനിക്ക് അതിപ്പോൾ വേണ്ടി വന്നില്ല. എന്തായാലും ഈ രാത്രി നമുക്ക് ജലപാനം മാത്രം കഴിച്ച് കൂട്ടാം. അങ്ങനെ പോട്ടെ ഈ രാത്രി. അഗ്നിരേവതു സൗമിത്രേ വത്സാമ്യദ്യ നിശാമി മാം ഏതത്തിരോജതേ മക്യം വന്യേപി വിവിധേ സതി. ജലം മാത്രവും കഴിച്ച് ഈ രാത്രി നമുക്ക് കഴിച്ചു കൂട്ടാം. ശേഷം ഭഗവാൻ പറഞ്ഞു, സുമന്ത്ര, ആ കുതിരകളെ വേണ്ട പോലെ ശ്രദ്ധയോടെ സംരക്ഷിച്ചു കൊള്ളൂ. ഇന്ന് രാത്രി നമുക്ക് ഇവിടെ കൂടാം, നദി കടന്ന് നാളെ പോവാം. കുതിരകളെ നോക്കണം. അവർക്ക് ധാരാളം പുല്ലും വെള്ളമൊക്കെ കൊടുത്തു. അങ്ങനെ കുതിരകളെ വിശ്രമിപ്പിച്ചു. ഓടിയില്ലേ അവരെപ്പോഴും. അതിനെ പുല്ലൊക്കെ ഇട്ടുകൊടുത്ത് സമീപത്ത് തന്നെ സുമന്ത്രൻ അവയെ കാത്തുകൊണ്ട് സംരക്ഷിച്ചുകൊണ്ട് നിൽക്കുകയും ചെയ്തു. സിംഹമോ കാട്ടുമൃഗമോ എല്ലാവരൊക്കെ വരുന്നിട്ട് ആക്രമിക്കാൻ സാധ്യതയുണ്ടല്ലോ. അപ്പം അതിനു വേണ്ടി
അവിടെ തന്നെ അവയുടെ സംരക്ഷണത്തിനായിക്കൊണ്ട് കുതിരകളെ നോക്കിക്കൊണ്ട് നിൽക്കുകയും ചെയ്തു. തുടർന്ന് സന്ധ്യയെ വന്ദിച്ചതിന് ശേഷം രാത്രി ആയി കിടക്കേണ്ട സമയത്ത് ഇലകളെ കൊണ്ട് സൗമിത്രി ഒക്കെ രാമന് കിടക്ക തീർത്തു. ഇലകളെ കൊണ്ടല്ലേ കിടക്ക തീർക്കാൻ നിവൃത്തിയുള്ളൂ. അങ്ങനെ ഇലകളും പുല്ലുകളൊക്കെ വെച്ചുകൊണ്ട് തൽക്കാലം ആ വൃക്ഷച്ചോട്ടിൽ കിടക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തു. അങ്ങനെ ആ ലക്ഷ്മണൻ ഉറങ്ങുന്നതായിട്ടുള്ള ജ്യേഷ്ഠനെ നോക്കി രാമഗുണങ്ങളെ പറ്റിയിട്ട് പറയുകയാണ്. എത്രമാത്രം അച്ഛൻ്റെ സത്യം പാലിക്കാൻ വേണ്ടി സത്യവാനാണ് രാമൻ, രാജ്യസുഖം പുല്ലുപോലെ ഉപേക്ഷിച്ചില്ലേ എന്നൊക്കെ പല ഗുണങ്ങളും രാമൻ്റെ ഗുണങ്ങളുണ്ടോ പറഞ്ഞാൽ തീരണു. അതിനെക്കുറിച്ച് സൗമിത്രി തൽക്കാലം ഉറങ്ങുന്ന രാമനെ നോക്കി അങ്ങനെ പറഞ്ഞു. മാത്രമല്ല പട്ടുവസ്ത്രങ്ങൾ അണിഞ്ഞ് ഗംഭീരമായിട്ടുള്ള കിടക്കയിൽ കിടക്കേണ്ടതായിട്ടുള്ള ജ്യേഷ്ഠൻ ഈ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കിടക്കേണ്ട അവസ്ഥയല്ലേ വന്നത്. ഇപ്രകാരം പരിതപിക്കുകയും ചെയ്തു. പല ദുഃഖങ്ങളും പറഞ്ഞു. അങ്ങനെ തമസയുടെ സമീപത്തിൽ കുറച്ച് പൗരജനങ്ങളുണ്ട്, കൂടെ വന്നിട്ടുണ്ട്. അവരോടുകൂടി അവിടെ വസിച്ചു. അങ്ങനെ നേരം പ്രഭാതമായി. അപ്പോൾ രാമൻ പ്രഭാതമാവണേൻ്റെ ഒരു കാര്യം പറഞ്ഞു. രാത്രി തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. എല്ലാ സുഖങ്ങളും ഉപേക്ഷിച്ച് നമ്മുടെ കൂടെ വന്ന ഈ പൗരന്മാരെ നോക്കൂ ലക്ഷ്മണ. ഇവരെന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് നമുക്ക് വേണ്ടി? നമുക്ക് പിന്നെ അത് വിധിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഇവരെ കാട്ടിലേക്ക് ഒരിക്കലും വരാൻ അനുവദിക്കരുത്. അതിനിപ്പോൾ എന്താണ് വേണ്ടത്? ഇപ്പോൾ അവർ ഉറങ്ങുകയാണ്. ഈ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് പോയാലോ? കാരണം പ്രഭാതമായിട്ട് അവർ കണ്ണ് തുറന്നാൽ നമ്മളെ അവർ വിടില്ല. അവിടെ ഒരു കാര്യം ചെയ്യാം. കണ്ണടച്ച് നല്ല ഉറക്കമാണല്ലോ, നമ്മളെ ഒരിക്കലും വിട്ട് അവർ പോവില്ല. അങ്ങനെ അവരെ കൊണ്ടുപോവുക എന്നുള്ളതിൽ എനിക്ക് സമ്മതവുമില്ല. അപ്പം എന്താ ചെയ്യുക? ഉറങ്ങണ സമയത്ത് അവരറിയാതെ നമുക്ക് ഇവിടുന്നാണ് പോയാലോ? രഥമാരുക്യ ഗച്ഛാമപന്താനം അകുതോഭയം. തേരിൽ കയറി ആ കുതിരകളെ തയ്യാറാക്കൂ സുമന്ത്ര. ഇവർ ഉണരണേൻ്റെ മുമ്പ് പോകുന്നതായിരിക്കും നല്ലത് എന്നാണ് പറഞ്ഞു. സുമന്ത്രൻ തേരൊക്കെ കൂട്ടി ഇതാ വളരെ ശരിയായിട്ടുണ്ട്, കുതിരകളെ തയ്യാറാക്കിയിട്ടുണ്ട്, അങ്ങ് കയറിക്കോളൂ. അങ്ങ് പറയണ പോലെയല്ലേ ഞാൻ ചെയ്യുക. പോണോ? എന്നാ പോവാം. തിരിച്ചും മറിച്ചും പറയാനൊന്നും എനിക്ക് അറിയില്ലല്ലോ, ഞാനല്ലല്ലോ നിശ്ചയിക്കേണ്ടത്. തേരൊക്കെ തയ്യാറായിട്ടുണ്ട്, കയറിയാലും രാമ എന്ന് പറഞ്ഞു. അങ്ങനെ അത്യാവശ്യം അവിടെ അവരെടുത്ത സാമഗ്രികൾ, കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, കാട്ടിലേക്ക് കഴിഞ്ഞുകൂടാനുള്ള വസ്തുക്കളല്ലേ, ഒക്കെ അവിടെ ഇറക്കി വെച്ചിരുന്നു. അതൊക്കെ വേഗം എടുത്ത് തേരിൽ കയറിയിട്ട് സന്ധീര്യ മഹാബാഹുശ്രീമാൻ ശിവമകണ്ഠകം പ്രപദ്യത മഹാമാർഗം അഭയം വയദശിനാം. തിരുഭദ്രവും സുഖകരവും ആയ ആ മഹാമാർഗത്തിലെത്തി എന്ന് പറയുകയാണ്. തമസാ നദി കടന്നിട്ട് നീർച്ചുഴികൾ, വെള്ളത്തിൻ്റെ ഒഴുക്ക് ഇതെല്ലാം നിറഞ്ഞ തം ചന്ദനമതിഷ്ഠായ രാഘവസ്തപരിച്ചത ശീഘ്രഗാമാകുലാവർത്താം തമസാം അതരന്നതിം. തമസാ നദിയെ തരണം ചെയ്തു. അങ്ങനെ ആ വലിയൊരു വഴിയിലെത്തിച്ചേർന്നു. ഒരു നദി കടക്കുക എന്ന പ്രാരബ്ധവും കഴിച്ചുകൂട്ടി. നമുക്ക് വടക്കോട്ട് പോവാം എന്നായി ഭഗവാൻ. മോഹനാർത്ഥം തു പൗരാണം സുതം രാമോ പ്രവിഗജ. ഒന്ന് ഈ പൗരന്മാരെ വഴി തെറ്റിക്കണം. കാരണം അവർ നദി കടന്നിട്ട് നമ്മളെ നോക്കി വരും എന്നുള്ളത് ഉറപ്പാണ്, സംശയമൊന്നുമില്ല, അവർ വരും. അപ്പോൾ അവരെ വഴി തെറ്റിക്കത്തക്ക വിധം തേര് തെളിക്കും. കുറച്ചൊരു ദൂരത്തിലേക്ക് വിട്ടിട്ട് പിന്നെ പെട്ടെന്ന് ദിശ മാറ്റി വേറൊരു ദിക്കിലേക്ക് പോകണം. ഈ മടങ്ങി പോകുന്ന വേറൊരു ദിക്കിലേക്ക് പോയത് അവരറിയാത്ത അടയാളം മണ്ണിൽ പതിയാത്ത വിധം തേര് തെളിക്കൂ. തേരാളിക്ക് അതൊക്കെ അറിയണം എന്നുണ്ട്. തേരാളിക്ക് വേണ്ട ഗുണങ്ങൾ പറയും പണ്ടേ. എങ്ങനെ ഉടമസ്ഥൻ പറയണോ അതുപോലെ തേര് തെളിക്കണം. ഉയർച്ച താഴ്ചകൾ അറിയാതെ കണ്ട്, ഷോക്ക് അബ്സോർബറൊന്നും ഇല്ലല്ലോ കണ്ട്, അറിയാത്ത വിധം വേഗത വേണം. എന്നാലോ വല്ലാതെ ചാടാൻ പാടില്ല. അതൊക്കെ അറിഞ്ഞ് തേരാളി തേര് തെളിക്കണം എന്നുണ്ട്. അപ്പോൾ നിനക്കറിയാം ഈ അടയാളം പൗരജനങ്ങൾ കാണാത്ത വിധം, പോയ വഴി അറിയാത്ത വിധം എങ്ങനെയാണ് വേണ്ടച്ചാൽ അങ്ങനെ തേര് തെളിക്കണം. നീ തേര് തെളിച്ച് വഴി മനസ്സിലാവരുത് അവർക്ക്. അപ്പോൾ അതിനൊക്കെയുള്ള മാർഗം സുമന്ത്രൻ അറിയാം. ഒരു ഭാഗം കുറച്ച് അങ്ങോട്ട് പോയി തിരിച്ചു വന്നത് അറിയാത്ത വിധം. അപ്പോൾ അവർ അങ്ങോട്ടാണല്ലോ പോവുക, തേര് തിരിച്ചു വന്നത് അവരറിയില്ല. അങ്ങനെ തിരിച്ചു കൊണ്ടുവരണം, പൗരന്മാർ അറിയാനും പാടില്ല. അതേപോലെ തിരിച്ചു കൊണ്ടുവന്ന് ആ തേർ തെളിച്ച് വീണ്ടും അവർ പോയി. സൂതൻ വനത്തിലേക്ക് എത്തി, തേരൊക്കെ തെളിച്ച്
അങ്ങനെ പോവുകയാണ്. നല്ല ശകുനങ്ങൾ പലതും അവർ കണ്ടു. അവർക്ക് നല്ലതല്ലാണ്ട് വരുമോ ഭഗവാൻ ഉണ്ടാവുന്ന സമയത്ത്? ഏതായാലും തതസമാത്തായരഥം മഹാരഥ സസാരഥിർ ദാശരഥിർ വനം ജയോ ഉദം മുഖം തന്തുരഥം ചകാരത പ്രയാണം മാംഗല്യനിമിത്ത ദർശനാൽ. യാത്ര പുറപ്പെടാനുള്ള ശുഭശകുനങ്ങളൊക്കെ കാണുകയും ചെയ്തു. പ്രഭാതത്തിൽ പൗരന്മാർ ഉണർന്ന് നോക്കണു. രാമനും ഇല്ല, രഥവും ഇല്ല, ലക്ഷ്മണനും ഇല്ല, കുതിരകളും ഇല്ല, ഒന്നുമില്ല. ആ ഉറക്കത്തിനെ ശാപിച്ചു അവർ. കഷ്ടം, നമ്മൾ ഉറങ്ങിയതുകൊണ്ടല്ലേ ഇപ്പോൾ ഇവർ ഈ പണി പറ്റിച്ചത് എന്ന് പറഞ്ഞ് പ്രഭാതമായിട്ട് ഒന്നും കാണാതെ നിരാശരായി വല്ലാത്തൊരവസ്ഥയിൽ ആ പൗരന്മാരിങ്ങനെ നിന്ന് തുടർന്നുള്ള സംഭവങ്ങളെ വർണ്ണിക്കുകയാണ്. അത് വേറൊരു ഭാഗത്ത്. പൂർവന്നാമതപോവനാധിഗമനം മത്താമൃഗങ്കാഞ്ചനം വൈദേഹീകരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ഭാരീനിഗ്രഹണന്തമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണകുംഭകർണനിധനം ഏതത്യ രാമായണം. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.